മഹാദേവന്റെ അനുഗ്രഹം എല്ലാ ഭക്തരിലും നിറയട്ടെ. ഭക്തരെ, മറ്റുള്ളവരെ മനസ്സിലാക്കാതെ വിമർശിക്കുന്നതിനു മുന്ന് നിങ്ങളുടെ വാക്കുകൾ, പ്രവർത്തികൾ, സ്വഭാവം എന്നിവ സ്വയം വിലയിരുത്തുക. ചുറ്റും നോക്കിയാൽ മുന്നോട്ടു പോകാനാവില്ല. വിമർശനങ്ങളും കുറ്റപ്പെടുത്തലുകളും ഉണ്ടാകും. അതിനാൽ നേരെ മാത്രം നോക്കുക. ലക്ഷ്യം അവിടെയാണ്. നിങ്ങൾ കാണുന്ന സ്വപ്നങ്ങളും അവിടെയാണ്. ഭക്തരെ, നിങ്ങളുടെ ഭാവി ആസൂത്രണങ്ങൾ ആരോടും പറയരുത്. അത് ഫലവത്തായതിനു ശേഷം മാത്രം എല്ലാവരോടും പറയുക. ആരുമായും സ്വയം താരതമ്യം ചെയ്യാതിരിക്കുക. അങ്ങനെ ചെയ്താൽ നിങ്ങൾ സ്വയം അപമാനിക്കുകയാണ്. ദേഷ്യവും സങ്കടവും നിയന്ത്രിക്കാൻ കഴിയാത്തവരെ ഒരിക്കലും അകറ്റി നിർത്തരുത്. കാരണം അവരുടെ സ്നേഹം അത്രത്തോളം സത്യവും അതിരില്ലാത്തതും ആയിരിക്കും. പ്രയാസങ്ങൾ കൊണ്ട് തകർന്നു പോയാലും പ്രതീക്ഷകൾ കൈവിടരുത്. ഏതൊരു ഇരുട്ടും തുളച്ച് ഒരു നാൾ പ്രകാശം നിങ്ങളെ തേടി വരും, പ്രതീക്ഷിക്കുന്നതിലും അപ്പുറത്തേക്ക്. വിപരീത ഗുണങ്ങൾ ലോകത്തിൻ്റെ സ്വഭാവമാണ്. മധുരമോ കയ്പോ, നന്മയോ തിന്മയോ തിരഞ്ഞെടുക്കേണ്ടത് നിങ്ങളാണ്. ഭക്തരെ, ആരിൽ നിന്നും ഒന്നും പ്രതീക്ഷിക്കാതിരിക്കുക. പ്രതീക്ഷിക്കുന്നത് ലഭിക്കാതെ പോകുമ്പോഴാണ് നിങ്ങളുടെ മനസ്സ് തളരുന്നത്. മറ്റുള്ളവരുടെ ഹൃദയത്തെ നോവിക്കാതെ കൊണ്ടു നടക്കാനുള്ള കഴിവ് ഒരു മനുഷ്യനും ഇല്ല എന്നതാണ് സത്യം. നിങ്ങളെ വലിച്ചു താഴെ ഇറക്കാൻ ആളുകൾ ശ്രമിക്കുന്നുണ്ടെങ്കിൽ ഒന്നോർക്കുക, അവർ നിങ്ങളുടെ പിന്നിലാണ്. മറ്റുള്ളവരുടെ കുറവുകൾ നോക്കി അവഗണിക്കുമ്പോൾ ഒന്നോർക്കുക, നാളെ നിങ്ങൾക്കും കുറവുകൾ വന്നേക്കാം. ഭക്തരെ, ഒറ്റയ്ക്ക് നടക്കാൻ പഠിക്കുക. നിങ്ങളോടൊപ്പമുള്ളവർ നാളെയും നിങ്ങളുടെ കൂടെ ഉണ്ടാകണമെന്നില്ല. ഭക്തരെ, നിങ്ങളുടെ ജീവിതത്തിലേക്ക് പലരും കടന്നു വരും, വളർത്തും തളർത്തും. ഒന്നു മാത്രം ആലോചിക്കുക, നിങ്ങളുടെ സന്തോഷം നിങ്ങളുടെ മാത്രം കയ്യിലാണ്. മനസ്സ് എല്ലാവരിലുമുണ്ട്. എന്നാൽ മനസ്സിലാക്കാനുള്ള മനസ്സ് എല്ലാവരിലും കണ്ടെന്നു വരില്ല. ഒരു തരത്തിലുള്ള പാപങ്ങളും ചെയ്യാതിരിക്കുക. നല്ല കർമ്മങ്ങൾ ചെയ്യുക. സ്വന്തം മനസ്സിനെ നിർമ്മലമാക്കുക. ഭക്തരെല്ലാം സന്തോഷത്തോടു കൂടിയിരിക്കുക. മഹാദേവന്റെ അനുഗ്രഹം എല്ലാ ഭക്തരിലും നിറയട്ടെ. ഓം നമഃ ശിവായ.